കമൽ അവിടെ എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ കമൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും സലീം കുമാർ വേഷമിട്ടിരുന്നു. മാത്രമല്ല ആളുകളെ വിമർശിക്കുമ്പോഴേക്കും അദ്ദേഹം മുഖം നോക്കിയിരുന്നില്ല. തനിക്ക് ഭാവിയിൽ അവസരങ്ങൾ നഷ്ടമാകുമോ എന്നൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പലപ്പോഴും ചലച്ചിത്ര താരങ്ങളും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന പല ആളുകളും വിമർശനങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരാണ്. എന്നാൽ ഇതിലൊക്കെ തന്നെ വ്യത്യസ്തനായിരുന്നു സലീം കുമാർ. അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ പല ആളുകളെയും വിമർശിക്കുന്നുണ്ട്, കഥാപാത്രങ്ങളുടെയും മിമിക്രി പരിപാടികളിലൂടെയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കാൻ തനിക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തവണ മരിക്കേണ്ടി വന്ന ഒരാളാണ് സലീം കുമാർ. പലപ്പോഴും സലീം കുമാർ അന്തരിച്ചു, സലീം കുമാർ വിടവാങ്ങി മരിച്ചു എന്നുള്ള പലപ്പോഴുമുള്ള വാർത്തകൾ നിരന്തരമായിട്ടുണ്ട്. സലീം കുമാറിനെ ഫോൺ ചെയ്ത് അങ്ങ് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തവണ സോഷ്യൽ മീഡിയയിൽ കൊല്ലപ്പെട്ടത് സലീം കുമാറാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയുന്ന പോലെ ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ലയിലേക്ക് വീട്ടിലേക്ക് അത് മാറും. മരണത്തെ അദ്ദേഹം ഒരിക്കലും ഭയന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് ഏത് സൂപ്പർ താര സിനിമയിലും ചുക്കില്ലാത്ത കഷായം എന്ന പോലെ സലീമിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കോമഡി റോളുകളിൽ സലീം ഒരു അനിവാര്യ ഘടകമായി. ഒരിക്കലൊരു നിർമ്മാതാവ് സംവിധായകനുമാണ്, അദ്ദേഹത്തിന് ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇറക്കി വിട്ടു. സംവിധായകനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നീട് ഇതേ സംവിധായകൻ ഒരു സംസ്ഥാന പുരസ്കാര സമിതിയിലിരുന്ന് ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം സലീം കുമാർ സമ്മാനിക്കേണ്ടി വന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒഴിവാക്കപ്പെട്ട ആളുകളെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കാൻ അവസരം കിട്ടിയ മഹാനടനായിരുന്നു സലീം കുമാർ. നിങ്ങൾക്കറിയുന്നത് പോലെ മിമിക്രി, ഹാസ്യകലാപ്രകടനം ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച ഒരു കാലത്ത് ഇവരോടൊക്കെ വല്ലാത്തൊരു അവഗണന തിരക്കിട്ട നടന്മാർ ചെയ്തിരുന്ന ഒരു കാലത്താണ് താൻ മിമിക്രിയിൽ കൂടെ വന്ന കലാകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ കസേര വലിച്ചിട്ടിരിക്കാൻ സലീം കുമാറിന് കഴിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളിൽ വേഷം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹം ചില സിനിമകളും സംവിധാനം ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒരുപാട് ആളുകൾ അവരുടെ സലീം കുമാറുമായിട്ടുള്ള അവരുടെ ഓർമ്മകൾ അയവിറക്കി അവിടെ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് അവിടെ നിൽക്കുകയാണ്. അവരുടെ ഈ പറവൂരിലെ സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെ കണ്ട് അവർക്കിടയിലൂടെ നടന്ന സലീം കുമാർ എന്ന സാധാരണ മനുഷ്യനെ മതങ്ങൾക്കും ജാതിക്കും അപ്പുറം അവരെ കാണാനും സ്നേഹിക്കാനും കഴിഞ്ഞ ആ നടനെ ഒരു നോക്ക് കാണുവാനെത്തുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൊണ്ട് ദുഃഖത്തിൻ്റെ തോരാ മഴ ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.